ഇന്ന് ആശാവർക്കർമാരുടെ സമരം 36 ദിവസം പിന്നിടുകയാണ്. ഈ സമരം യഥാർത്ഥത്തിൽ ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഈ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാനുണ്ട്. ഇങ്ങനെ രാജ്യം മുഴുവനും അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിച്ച ഒരു സമരം ഒരുപക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ കേരളത്തിന്റെ എംപിമാർ വളരെ ശക്തമായി ഈ കാര്യങ്ങൾ അവിടെ ഉന്നയിച്ചു. യുഡിഎഫിന്റെ എംപിമാർ, കോൺഗ്രസിന്റെ എംപിമാർ. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ നിഷേധാത്മകമായിട്ടുള്ള സമീപനം, ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ അവർ ചൂണ്ടിക്കാട്ടിയതുപോലെ തലസ്ഥാന നഗരിയിൽ 10-36 ദിവസമായി നമ്മുടെ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം തികച്ചും ന്യായമാണ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ആളുകളും സമരത്തെ ശ്രദ്ധിക്കുന്നത്. അല്ലെ, തികച്ചും ന്യായമായ സമരമാണ്. എത്ര രൂപയാണ് ഓണറേറിയം നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്നത്? വെറും 7000 രൂപ. ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണം. ഇന്നത്തെ ജീവിത ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 7000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ഇതിനകത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എങ്ങനെ ജീവിക്കും? ഇത് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്നും താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. അവിടെയൊക്കെ ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഞാൻ ഉദാഹരണം പറയാം, കർണാടകയിൽ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തുകയും അവിടെ 10,000 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഈ നിങ്ങൾ സമരം തുടങ്ങിയതിന് ശേഷമാണ്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ സമരം ചെയ്യുന്നത് ചില പ്രത്യേക കുത്തിത്തിരിപ്പുണ്ടാക്കി സമരം നടത്തി എന്നൊക്കെ പറഞ്ഞ് സമരത്തെ അധിക്ഷേപിക്കുവാൻ, സമരം ചെയ്യുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ കേരളത്തിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞത്? സമരത്തിലൂടെ വളർന്നു വരുന്നൊരു സംഘടനയാണ് കേരളത്തിൽ ഇന്ന് ഭരിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെ അവകാശപ്പെടുന്നവർ സമരത്തെ തകർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗിച്ചതാണ് നമ്മളെല്ലാവരും. ഈ കാര്യത്തിൽ നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റ് ഒഴിഞ്ഞുമാറുകയാണ്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പരസ്പരം തർക്കിക്കുമ്പോൾ കേരളത്തിലൊരു വലിയ പ്രതിസന്ധി വരാൻ പോവുകയാണ്. എന്താണ് പ്രതിസന്ധി? ആശാവർക്കർമാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കേരളത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ശിശുമരണ നിരക്കുകൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ, അതിലെല്ലാത്തിനുപരിയായി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. ഈ ആശമാർ ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ടോ എങ്കിൽ കഴിഞ്ഞ 36 ദിവസമായി നടത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ വെല്ലുവിളി ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.